10 ഏക്കറാണ് വരുന്നത്. 10 ഏക്കർ സ്ഥലം. ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന അടിപൊളി ഏരിയയാണ്. നമുക്കിത് വരുന്നത് സ്ഥലം വരുന്നത് നമ്മുടെ അങ്കമാലി മെയിനായിട്ട് വരുന്ന അങ്കമാലി മരോട്ടിച്ചോടാണ് വരുന്നത്. മരോട്ടിച്ചോട് ജംഗ്ഷനിൽ നിന്ന് നിസ്സാര ദൂരം മാത്രമാണ് വരുന്നത്. അതിൻ്റെ റോഡ് ഫ്രണ്ടേജ് കാണുന്ന പ്ലോട്ടാണ് കാണുന്നത്. അങ്ങേയറ്റം തൊട്ട് നേരെ വരുന്ന നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന 10 ഏക്കർ ഭൂമിയാണ്. സ്ക്വയർ ആയിട്ട് കിടക്കുന്ന നല്ല രീതിയിൽ നല്ല വൈഡ് റേഞ്ച് ആയിട്ട് കിടക്കുന്ന, എന്നാൽ ഒട്ടും താഴ്ച കാര്യങ്ങളില്ലാത്ത റോഡ് ലെവലിലും കുറച്ചുകൂടി ഹൈറ്റിൽ കിടക്കുന്ന അടിപൊളി ഏരിയ. ഇവിടെ നിന്ന് എയർപോർട്ടിലേക്കാണെങ്കിൽ നമുക്ക് നിസ്സാര ദൂരമാണ് വരുന്നത്. ഏകദേശം ഒരു 6 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൻ്റെ അടുത്തായി കഴിഞ്ഞു. NHലേക്കാണെങ്കിൽ നമുക്കൊരു 5 കിലോമീറ്ററാണ് വരുന്നത്. MC റോഡിലേക്കാണെങ്കിൽ 2 കിലോമീറ്ററാണ് വരുന്നത്. അത് തൊട്ടടുത്ത് വരുന്ന പ്ലോട്ടുകളും കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. പാർട്ടി ചോദിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. പെർ സെൻറ്റിന് 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 10 ഏക്കർ സ്ഥലം 4 ലക്ഷം രൂപ പെർ സെൻറ്റിന് ചോദിക്കുന്നു. നമ്മളിതിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും വരുന്ന രീതിയിൽ വില്ല പ്രൊജക്ട്സ് കാര്യങ്ങളാണെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഏരിയകളിൽ ഒന്നാണ്. അതുകൂടാതെ തന്നെ സ്കൂളുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് വരുന്നത് ശ്രീ ശങ്കര കോളേജ്, ശ്രീ ശാരദ കോളേജ് സൈനിക സ്കൂളാണ് വരുന്നത്. ശ്രീ ശങ്കര എഞ്ചിനീയറിംഗ് കോളേജ്, പാട്രിക് സ്കൂൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വതി സ്കൂൾ വരുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഏരിയ. എയർപോർട്ടിലേക്ക് നിസ്സാര ദൂരം, MC റോഡ്, NH, അതുപോലെ തന്നെ എല്ലാം തൊട്ടടുത്ത് നിൽക്കുന്ന ഏരിയ. അപ്പോൾ നല്ല അടിപൊളി ലാൻഡാണ് വരുന്നത്. ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളും കിട്ടുന്ന ഏരിയ, സൈലൻറ്റ് ഏരിയ ആണ്. അപ്പോൾ മറക്കണ്ട, ഇത് നമുക്ക് വരുന്നത് നമ്മുടെ റോഡ് ഫ്രണ്ടേജ് കാണുന്നത് ഇങ്ങേറ്റം തൊട്ട് കണ്ട ആ റോഡ് ഫ്രണ്ടേജ് ആണ് മൊത്തം കിടക്കുന്നത്. ഇങ്ങനെ ഒരു പ്ലോട്ട് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം ഇത്രയും വൈഡ് റേഞ്ചായിട്ട് ഫ്രണ്ടേജ് വരുന്ന രീതിയിൽ തന്നെ ഫ്രണ്ടേജ് കിട്ടിയാൽ തന്നെ ഇത്രയും റോഡ് ഫ്രണ്ടേജ് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്ലോട്ട് കിടക്കുന്നത്. അപ്പം മറക്കണ്ട, 10 ഏക്കർ സ്ഥലമാണ് വരുന്നത്. 10 ഏക്കർ സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 3.5 ഏക്കർ വേണമെങ്കിൽ 3.5 ഏക്കറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് വാങ്ങിക്കാം. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, 4 ലക്ഷം രൂപയാണ് പാർട്ടി പെർ സെൻറ്റിന് ചോദിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉള്ളൂ. അതിൽ ഇതൊക്കെ പ്ലോട്ടുകൾ വിറ്റ് പോയതിന് ശേഷമായിരിക്കും നിങ്ങൾ അറിയുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലെ വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ ഹൈ പ്രൊജക്ട്സുകളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.